ഇന്നത്തെ എൽ ക്ലാസിക്കോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ റിസൾട്ട് എങ്കിലും എല്ലാവരും നോക്കിയിട്ടുണ്ടാവും. 2-1 ബാസന്റെ ഫാൻസ് റയൽ മാഡ്രിഡിന്റെ ഫാൻസിനെ ഒരുപാട് ഊക്കി വിടുകയായിരുന്നു അല്ലെ. കളിക്ക് മുമ്പ് ട്രോള് സ്റ്റാറ്റസിലും വാട്സപ്പ് സ്റ്റാറ്റസിലും അതുപോലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയയിലും ഊക്കി വിടുകയായിരുന്നു. കാരണം 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷമായി ഏകദേശം റയൽ മാഡ്രിഡ് ബാസനെ തോൽപ്പിച്ചിട്ട്. പക്ഷെ ഇന്നലെ കളി അവസാനിച്ചപ്പോൾ റയൽ മാഡ്രിഡ് തിരുത്തി എഴുതി അല്ലെ. 1.5 വർഷങ്ങൾക്ക് ശേഷം റയൽ മാഡ്രിഡ് ബാസനെ തോൽപ്പിക്കുകയാണ്. അതിന്റെ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ മൈതാനത്ത് പ്ലേയേഴ്സിന്റെ ആ ഒരു കളി കഴിഞ്ഞ സിറ്റുവേഷൻ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ അതിന്റെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കണ്ടു. വിനിന്റെ ഡയലോഗിൽ വിനിയെ തല്ലാൻ പോയതും ബ്രസീലും തമ്മിലുള്ള അടിയും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഭയങ്കര ഒരു ടഫായിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു ഇന്നലെ നടന്നത്. ഇംബാപ്പന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇംബാപ്പ പെനാൾട്ടി മിസ്സാക്കിയത് ഭയങ്കര നെഗറ്റീവാണ്. ആ ഒരു സമയത്ത് പെനാൾട്ടി അടിച്ചിട്ട് കുറച്ച് ലീഡ് ഉയർത്തണമായിരുന്നു അല്ലെ. അതുപോലെ തന്നെ വിനിന്റെ സ്റ്റെപ്പോറും കാര്യങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷെ വിനിന്റെ ഫിനിഷും കാര്യങ്ങളൊന്നും പോരാ. അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് തോന്നിയത് വിനി ആ ഒരു ഫ്രസ്ട്രേഷൻ കാണിച്ചല്ലോ. റോഡ്രിഗിനെ ഇന്ത്യയിലേക്ക് ഇറക്കുന്ന സമയത്ത് വിനീനെ സബ് ചെയ്യപ്പെടുന്ന സമയത്ത് വിനി കാണിച്ച ഫ്രസ്ട്രേഷൻ ഭയങ്കര നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. റോഡ്രിഗിന്റെ മൂവും കാര്യങ്ങളും ഇൻഡിവിജ്വൽ സ്കിൽസും ഗോൾസും ഒക്കെ കാണട്ടെ അല്ലെ. വിനിന്റെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊന്നും ഇറ്റ്സ് ബാഡ്. എനിക്കൊരു ബാഡ് ആയിട്ടാണ് തോന്നുന്നത്. ഒരുപാട് ഡയറക്റ്റ് ബോൾ ബാസിന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ജയിക്കണമെങ്കിൽ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കണം. ഇംബാപ്പന്റെ ഫസ്റ്റ് ഗോൾ ഒരു ഓഫ് സൈഡ് ഗോൾ വീണിരുന്നു. പറഞ്ഞെടുത്തു അടിപൊളി സ്ട്രൈക്കിലാണ് ഗോൾ വീണല്ലേ. അത് ഗോളായിരുന്നെങ്കിൽ വേറെ ലെവലായി. അതുപോലെ തന്നെ ഇംബാപ്പയ്ക്ക് ബെല്ലിംഗ് കൊടുത്ത പാസ് ഇറ്റ് വാസ് സൂപ്പർ. കിട്ടില്ല പാസ്സായിരുന്നു. അത് അടിപൊളിയായിട്ട് ഇംബാപ്പ ഫിനിഷ് ചെയ്തു അല്ലെ. ബെല്ലിംഗത്തിന്റെ ആ ഒരു വാക്കിംഗ് സെലിബ്രേഷൻ ഉണ്ടല്ലോ, അദ്ദേഹം ഗോൾ അടിച്ചിട്ടുണ്ടാകുന്ന വാക്കിംഗ് സെലിബ്രേഷൻ അത് കിട്ടില്ലായിരുന്നു. ഭയങ്കര ഒരു ടഫായിട്ടുള്ള എന്താ പറയുക ഒരു എനർജിക്കറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു റയൽ മാഡ്രിഡ് ഭാഗത്തുണ്ട്. ഒരുപാട് ഗോളുകൾ അടിക്കാനുള്ള സാധ്യതകൾ റയൽ മാഡ്രിഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് നേരം ബോളും പാസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് ബാഴ്സലോണ. പിന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം യമാലിനെ നമ്മൾ ബാസയില് ഒരു എന്താ പറയാ ലയണൽ മെസ്സിയായിട്ട് ചെറിയായിട്ട് കമ്പയർ ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. അതിന്റെ ഒരു തരി പോലും ഓൻ കാണിക്കുന്നില്ല. സത്യം പറയാലോ, മെസ്സി റയൽ മാഡ്രിഡിനെതിരെ കളിക്കുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല. ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും അല്ലെ. മെസ്സിനെ പിടിച്ചു കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ്. ഇന്നലെ യമാലിന്റെ അടുത്ത് ബോൾ ഫസ്റ്റ് ഹാഫിൽ യമാലിന്റെ അടുത്ത് ബോൾ കിട്ടിയതേ ഞാൻ കണ്ടിട്ടില്ല. സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെ ഇപ്പോൾ ചെയ്തിരുന്നു. പക്ഷെ ഒന്നും കൊണ്ട് ഫലിച്ചില്ല. കൊണ്ടേ കൊടുത്ത പാസ് കിടിലനായിരുന്നു. അത് ഫസ്റ്റ് ടച്ചിൽ കൊണ്ടേ ഗോളാക്കായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെ യമാലിനെ കണ്ടു. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ യമാലിനെ കാണാനേ ഇല്ല. യമാൽ പോരാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെയല്ല റയലിനെതിരെ കളിക്കുന്ന സമയത്ത് ഭയങ്കര രീതിയിൽ കളിക്കുന്നത്. മെസ്സിക്ക് കളിക്കുന്നില്ലേ ഇതുമായി കളി. ശരിക്കും പറഞ്ഞാൽ യമാൽ എത്ര എക്സ്പെക്ട് ചെയ്ത എത്ര ഒരു പെർഫോമൻസ് ഒന്നും യമാലിന്റെ അടുത്ത് കണ്ടിട്ടില്ല. പക്ഷെ ഫെർമിൻ ലോപ്പസ് ഗോൾ അടിക്കുന്നുണ്ട്. ഫെർമിൻ ലോപ്പസിന്റെ ഫിനിഷിങ് അപാരമാണെന്ന് തോന്നുന്നു. അടിപൊളിയായിട്ട് കുറച്ച് കണ്ടിന്യൂ ആയിട്ട് കളിയിൽ കിടിലായിട്ട് ഗോൾ അടിച്ച് വരുന്നുണ്ട്. റാഷ്ഫോർഡും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ബാസന്റെ ഹീറോ എന്ന് പറഞ്ഞാൽ ഷേസ്നിയാണ്. ഗോൾ കീപ്പറാണ്. സേവുകൾ ഇൻസൈഡ് പോസ്റ്റിന് 6-7 സേവുകൾ. കളി മൊത്തത്തിൽ 11-10 സേവുകൾ. എന്താ പറയുക അല്ലെ. എന്തൊക്കെ പറഞ്ഞാലും 1.5 വർഷങ്ങൾക്ക് ശേഷം റയൽ മാഡ്രിഡ് ബാസയെ തോൽപ്പിക്കുകയാണ്. സോ അതിന്റെ എല്ലാ ട്രോളും കാര്യങ്ങളൊക്കെ മാഡ്രിഡിന്റെ ഫാൻസിന്റെ അടുത്ത് വരും. ബാസ ഫാൻസ് സമാധാനിച്ച് കണ്ടിരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. കളി കണ്ടിട്ടുണ്ടെങ്കിൽ കളിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. സ്കോറേഴ്സ് മാൻ.